ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഗൈഡൻസ് മെസ്സേജിലേക്ക് എടുക്കാം. നമുക്ക് ഇത് അഗെയിൻ യെസ് ആൻഡ് നോ റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾ മുമ്പിൽ എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് വെക്കില്ല എന്ന് പറഞ്ഞിട്ടാ. ഓക്കെ ഓക്കെ, ഇത് യെസ് ആൻഡ് നോ ആണ്. ഓക്കെ, 2 യെസ് കാർഡ് ഉണ്ട്, 2 നോ കാർഡ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ഓക്കെ, ഞാനിതിൽ ഷഫിൾ ചെയ്തിട്ട് 2 എണ്ണം ഞാനിവിടെ വെക്കും. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ 2 ക്വസ്റ്റ്യൻ, ഒരേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, 2 പൈലും നിങ്ങൾക്ക് കാണാം, വിരോധമില്ല. ഞാൻ 2 പൈൽ വയ്ക്കും. ഓക്കെ, 2 പൈലും നിങ്ങൾക്ക് കാണാം. പക്ഷെ അതിൽ ക്വസ്റ്റ്യൻ വേറെ വേറെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ, ലെറ്റ്സ് സീ. യെസ് ആൻഡ് നോ 2 പൈൽ ഞാൻ ഇവിടെ വെക്കാം. ആൻഡ് ഗൈഡൻസ് എടുക്കാം നമുക്ക്. ഫൈൻ, എനിക്കറിയില്ല കേട്ടോ ഏതാന്ന്. ഓക്കെ, ഞാൻ കാർഡ്സ് എടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് നോക്കാം. പൈൽ 1, പൈൽ 2. ഞാൻ അതിനകത്തൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഇവിടെ ഗൈഡൻസ് മെസ്സേജ് കൂടെ എടുക്കാം നമുക്ക്. ആൻഡ് കുറച്ച് വേർഡ്സും എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ ഗൈഡൻസ് ജസ്റ്റ് രസം അല്ലേ. ഇത് എക്സ്ട്രാ കാർഡ്സ് ആണ് നമ്മുടെ. ഓക്കെ, ആൻഡ് ഓക്കെ, അത് പിന്നെ എടുക്കാം. ഓക്കെ, ആദ്യത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക്, ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ യെസ് ആണോ നോ ആണോ ആൻസർ? ഓക്കെ, നിങ്ങൾക്കൊരു യെസ് ആണ്. വെരി ഗുഡ്. ഓക്കെ, ആൻഡ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ദാറ്റ് ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത്. ഐ തിങ്ക് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്യണോ എന്നാണ് ചോദിച്ചതെങ്കിൽ ഇവിടെ യെസ് ആൻസർ ആണ്. അത് ചൂസ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് എനിക്കിത് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യമാണെങ്കിൽ അത് യെസ് ആണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഇന്ന കാര്യമാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇവിടെ 2 ചോയ്സ് ഉണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ 2 ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിലേതാ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആയിരിക്കാം നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് ഏത് കാര്യമാണോ അതിനാണ് യെസ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഇത് സൺ എന്ന് പറയാം, മൂൺ എന്ന് പറയാം. നിങ്ങൾ സണ്ണിനെയാണ് ചോദിച്ചെങ്കിൽ സണ്ണിന് യെസ് ആണ്. ഓക്കെ, മൂണിനെയാണ് ചോദിച്ചെങ്കിൽ മൂൺ യെസ് ആണ്. 2 കൂടി ചോദിച്ചാൽ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്കൊരു യെസ് ആണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ, എന്ത് ചിന്തിച്ചിട്ടുണ്ടോ അത് കറക്റ്റ് ആണ്, യെസ് ആണ്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് പവർ ആൻഡ് അബണ്ടൻസ്, നിങ്ങൾക്ക് പവറും അബണ്ടൻസും വരും എന്നാണ് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് എന്തും ചെയ്തെടുക്കാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ അബണ്ടൻസിലേക്ക് എത്താനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിന് വേണ്ടത് നിങ്ങൾ സ്റ്റെപ്സ് മാത്രം എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷനായി പോവാതിരിക്കുക. ഐ തിങ്ക് ഇവിടെ കൺഫ്യൂഷനാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ. ഓക്കെ, ആ ഒരു കൺഫ്യൂഷനിൽ പെടാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കാം. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു തരും എന്താണ് നിങ്ങൾക്ക് നല്ലത്, എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇൻറ്റ്യൂഷൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഓക്കെ, സോ അത് കേട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അബണ്ടൻസിലേക്ക് നിങ്ങൾ എത്തും എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ആ പവർ ഉണ്ട്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. ഓക്കെ, മറ്റുള്ളവരെന്ത് പറയുന്നു എന്നൊക്കെ ചോദിച്ച് കൺഫ്യൂഷൻ ആവേണ്ട. അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാവുമോ, തെറ്റായി പോവോ, അങ്ങനെ കൺഫ്യൂഷൻസ്. ഓക്കെ, അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ് കൊടുത്ത് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസ് കിട്ടും. ഓക്കെ, സോ പൈൽ 1 നമുക്കതാണ് യെസ് ആയിരുന്നു. വെരി ഗുഡ്. പൈൽ 2ലേക്ക് പോകാം. പൈൽ 2 നിങ്ങളുടെ ആൻസർ. ഓക്കെ, സോറി, പൈൽ 1കാർക്ക് ഞാൻ മാറും. പൈൽ 1കാർക്ക് ഞാൻ കുറച്ച് വേർഡ്സ് കൂടി എടുത്തേക്കാം. ഓൾമോസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഒക്കെയാണ് കേട്ടോ. ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടെ, കുഴപ്പമില്ലല്ലോ, ഞാൻ കാണുന്നൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് അഡ്വൈസ് വേർഡ്സ് ആണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് സീ. കുറേ എണ്ണം എടുത്തു. ഓക്കെ, കുറേ എണ്ണം വന്നു, സോറി. ഇത് ബ്ലാങ്ക് ആണ്, സോറി, ബ്ലാങ്ക് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് എല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്, വിധി പോലെയാണ് വരിക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളവിടെ എന്തിനാണ് പിന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് ചോദിക്കും നമ്മൾ ചില സമയത്ത്, അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ അതിനൊരു ആൻസർ ഉണ്ട്. അതിന് പറയുന്നത് ദൈവം എല്ലാവരുടെയും യെസ് ഒരു നിങ്ങൾ നേരത്തെ തീരുമാനിച്ചൊക്കെ വെച്ചതാണ്, പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒരു ബ്ലാങ്ക് വിടും. ആസ് യു വിഷ് എന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ വിട്ടിട്ടുണ്ട് ആ സ്ഥലം, ആ ബ്ലാങ്ക്. ഓക്കെ, അത് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതുകൂടി അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് നമുക്കത് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല, എപ്പോഴാണ് നമ്മൾ ആ കറക്റ്റ് ആ സ്പോട്ടിൽ എവിടെ എത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അവസരം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിവിടെ ഫില്ല് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് സിംപ്ലിസിറ്റി, എഫിഷ്യൻസി, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുക. അതായത് നിങ്ങളൊരു വളരെ ഹമ്പിളായിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, എന്ത് കിട്ടിയാലും നമ്മളൊരു വലിയ ആളായി നമ്മളെന്ന് വിചാരിക്കരുത്. എല്ലാം ഭഗവാനാണ് അല്ലേ, എല്ലാം യൂണിവേഴ്സാണ്, ഈശ്വരനാണ്. നമ്മുടെ ആ ഒരു ഹമ്പിൾനെസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. എഫിഷ്യൻസി, നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങളുടെ എഫിഷ്യൻസിയിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെ എനിക്ക് എഫിഷ്യൻ്റ് ആവാൻ പറ്റും, എങ്ങനെ ഞാൻ പെർഫെക്റ്റ് എന്ന് പറയരുത്. ഓക്കെ, ഞാൻ ഒരിക്കലും യൂസ് ചെയ്യാത്ത വേണം പെർഫെക്റ്റ് എന്ന് പറയണ്ട. ഓക്കെ, മാക്സിമം പറ്റുന്നത്ര നമ്മുടെ എഫിഷ്യൻസി നമ്മൾ കാര്യങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മാക്സിമം പറ്റുന്നത്ര മതി. ഓക്കെ, അതിനൊരു ലിമിറ്റ് ഉണ്ട് നമുക്കൊക്കെ. ആൻഡ് റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ചില കടമകളുണ്ട് അല്ലേ, കടമകൾ നമ്മൾ ചെയ്തു പോവാം. ടെൻഡർനെസ് എന്ന് പറയുന്നതിൻ്റെ ഒരല്പം മറ്റുള്ളവരോടുകൂടി നിങ്ങളുടെ കെയർ കാണിക്കുക. ഓക്കെ, മറ്റുള്ളവരോടുകൂടി ആ കെയറോടെ സ്നേഹത്തോടെ നിങ്ങൾ ഇരിക്കാൻ പഠിക്കാം. ഓക്കെ, ആൻഡ് ബാലൻസ്, യെസ്, നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക. നിങ്ങളെ തന്നെ ഞാൻ പറയാറുണ്ട് ഇമോഷണലും പ്രാക്ടിക്കലും. നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും ആവാൻ പാടില്ല. ഓക്കെ, എല്ലാം ബാലൻസിൽ പോകണം. ആൻഡ് മാത്രമല്ല ഇതിവിടെ നിങ്ങളുടെ വർക്കും എന്താ പറയുക സ്വന്തമായിട്ടുള്ള ലൈഫ് അതിനെ എല്ലാം ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും മെസ്സേജ് വരുന്ന കാര്യമായിരിക്കാം, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യമായിരിക്കാം. ഇപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്ന് നമുക്ക് പറയാം. ആൻഡ് ബ്യൂട്ടി, ഓക്കെ, നിങ്ങൾ അവനവനെ കുറിച്ച് കെയർ ചെയ്യുക. ഓക്കെ, സ്വന്തം സെൽഫ് കെയർ ആവശ്യമാണ് ചില സമയത്തൊക്കെ. ഓക്കെ, അപ്പോൾ സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് വാല്യൂ മനസ്സിലാക്കുക, സെൽഫ് ലവ് ചെയ്യുക. ആൻഡ് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നാം. നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ചോദിച്ചത്, അതൊരല്പം നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നാം. ബട്ട് ഐ തിങ്ക് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സിൻ്റെ ഒരു പോസിറ്റീവ് സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പൈൽ 1കാർക്ക് അതാണ്. നമുക്ക് പൈൽ 2ലേക്ക് പോകാനി. പൈൽ 2 നിങ്ങളുടെ യെസ് ആണോ നോ ആണോ നോക്കാം. നിങ്ങളുടെ മനസ്സിലെ ക്വസ്റ്റ്യൻ യെസ് തന്നെയാണ്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും യെസ് ആണ് ഇവിടെ. വെരി നൈസ്. ആൻഡ് ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യെസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ യെസ് ആണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് നോ ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, നിങ്ങൾക്ക് അത്രത്തോളം അത് വേണം എന്നുണ്ടെങ്കിൽ നടക്കും. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ തീരുമാനം എടുക്കുക. ഐ തിങ്ക് നിങ്ങൾ ഡിസിഷൻ എടുക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. ഓക്കെ, നിങ്ങളത് വേണമെന്ന് ഉറപ്പിച്ച് നിങ്ങളുടെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ കയ്യിലാണ്. ആൻഡ് ഡിലൈറ്റ് ആൻഡ് ട്രൂത്ത് ആണ് ഇവിടെ. അതായത് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന രീതിക്ക് പറയാം. ആൻഡ് എന്തായാലും ആ സത്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ്, സന്തോഷം എന്ന രീതിയിലാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്, ഓക്കെ, ആ കാര്യത്തിന് നിങ്ങൾ ശരിക്കും ഫുള്ളായിട്ട് മനസ്സിലാക്കുക സംഭവം എന്താണെന്നുള്ളത്, സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ആൻഡ് അതിനനുസരിച്ച് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ സന്തോഷം തന്നെയാണ് വരുന്നത് എന്തായാലും. ഓക്കെ, ആക്ച്വലി യെസ്, ഇത് കണ്ടോ, ഇവിടെ ഒരു ബേർഡ് ഉണ്ട് ഇതിൽ. ആൻഡ് ഇതിൽ ഒരു ബേർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഐ തിങ്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നടക്കും. ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ പക്ഷെ ഉറപ്പിക്കണം ദാറ്റ് എനിക്കിത് വേണം എന്നുള്ളത്. അത്രമാത്രമേ ഉള്ളൂ. അത് മേ ബി ആ കൺഫ്യൂഷൻ വരുന്നത് കാര്യങ്ങൾ ക്ലിയർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. കാര്യങ്ങൾ അത്ര ക്ലിയർ ആയിരിക്കില്ല. സോ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് യെസ് തന്നെയാണ്. സോ നിങ്ങൾക്ക് സന്തോഷം വരുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് മെസ്സേജസ് എടുത്തേക്കാം. അത് നോക്കിയാലും കുഴപ്പമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, പറയാം. ക്ലാരിറ്റി, ട്രൂത്ത്, ക്ലാരിറ്റി, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നിങ്ങൾ. ഓക്കെ, അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പാവും ദറ്റ് ഇത് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഉറപ്പാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. എക്സ്പ്ലോറേഷൻ, ഓക്കെ, കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കുക തന്നെയാണ് പറഞ്ഞത്. കാര്യങ്ങൾ അന്വേഷിക്കുക, എന്താ സംഭവം എന്നൊക്കെയുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കാം. ഓക്കെ, അതിനെക്കുറിച്ച് ക്ലാരിറ്റി കൊണ്ടുവരാം. ആൻഡ് ഡിലൈറ്റ്, വാവ്, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി നിങ്ങൾക്ക് സന്തോഷം വരും. യൂണിവേഴ്സ് ഡബിൾ കൺഫർമേഷൻ തന്നു കഴിഞ്ഞു അല്ലേ. ഒരു തരത്തിൽ ഇനി ഡൗട്ട് വേണ്ട, നിങ്ങൾ മുന്നോട്ട് പോകും. വെരി 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 ഹാപ്പി, വെരി നൈസ്. ഓക്കെ, സോ ഡിലൈറ്റ്, എക്സ്പ്ലോറേഷൻ, ക്ലാരിറ്റി, ട്രൂത്തിൻ്റെ അല്ലേ എല്ലാം മാച്ചായി വന്നിട്ടുണ്ട്. ഓണസ്റ്റി,
ഓക്കെ, നിങ്ങൾ ആദ്യം ഓണസ്റ്റായിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ മനസ്സിൽ സത്യസന്ധതയോടെ നിങ്ങൾ ആലോചിക്കുക, എനിക്ക് ഈ കാര്യം വേണോ എന്നുള്ളത്. ചിലപ്പോൾ ഐ തിങ്ക് നിങ്ങൾ തന്നെ മനസ്സിലാക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഓണസ്റ്റായിട്ട് ചില സത്യങ്ങൾ പറയും എന്നായിരിക്കാം, അങ്ങനെയും പറയാം. ഫൊർഗീവ്നെസ്, ഓക്കെ, ചില കാര്യങ്ങൾ എനിക്കിവിടെ ഒരു ചെറിയൊരു ഫീലിംഗ് വന്നത് ഫൊർഗീവ്നെസ്സും ഉണ്ട്, ഹോണസ്റ്റി, ക്ലാരിറ്റി, അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. സോ അണ്ടർസ്റ്റാൻഡിങ്, യെസ്, ഓക്കെ 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 ഓക്കെ. സോ സിറ്റുവേഷൻ, ഇൻറ്റഗ്രിറ്റി, എല്ലാം മാച്ചാണ്. ഓണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അണ്ടർസ്റ്റാൻഡിങ്, ഫൊർഗീവ്നെസ്, ഓക്കെ, ആൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് സെലിബ്രേഷൻ. വെരി ഗുഡ്. ഓക്കെ, എനിക്ക് ഇവിടെ പിടികിട്ടി എന്താണെന്ന് വെച്ചാൽ അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനാരിയോയിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ഡൗട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തോ പറയാൻ വന്നു, ഞാൻ കിട്ടുന്നില്ല, സോറി, എൻ്റെ ഫ്ലോ പോയി. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ചിലപ്പോൾ നിങ്ങൾ തോന്നുന്നുണ്ടാവും ഒരു പേഴ്സൺ നിങ്ങളെ ചതിച്ചു എന്ന് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അവിടെ അതിൻ്റെ കാര്യത്തിൻ്റെ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കും. സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി അവർ നിങ്ങളോട് ഓണസ്റ്റ് ആണ്, അവർക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് അല്ല ഇപ്പോൾ അവർ തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഐ തിങ്ക് ഇവിടെ ഒരു ഫൊർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് മാപ്പ് കൊടുത്തേക്കുക എന്ന രീതിയിലാണ്. ഓക്കെ, ചില സിറ്റുവേഷൻ സാഹചര്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ തെറ്റ് ചെയ്തത്. ഓക്കെ, അവിടെ മാപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല, ഫാമിലി മെമ്പർ അല്ലെങ്കിൽ ജോലി എന്തും ആവാം. ഓക്കെ, അവിടെ എന്ത് സിനാരിയോ ആയാലും നിങ്ങൾ ചോദിക്കുന്ന വ്യക്തി ഓക്കെ അവർക്ക് മാപ്പ് കൊടുക്കണോ എന്നാണെങ്കിൽ യെസ് ആണ്, വളരെ സ്ട്രോങ് യെസ് ആണ്. അല്ല ഇപ്പോൾ വേറെ ഏതെങ്കിലും വ്യക്തിയെ ഞാൻ ട്രസ്റ്റ് ചെയ്യണോ എന്നാണെങ്കിൽ യെസ് ആണ്. ഓക്കെ, ആക്ച്വലി ഇറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാം എന്നാണ്. ഓക്കെ, ആ പേഴ്സൻ്റെ കാര്യം എന്തുകൊണ്ടാണ് അവർ അത് ചെയ്തത് നിങ്ങളോട്, അല്ലെങ്കിൽ എന്ത് തെറ്റാണ് അവർ ചെയ്തത്, അതൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുമ്പോൾ മേ ബി നിങ്ങൾക്ക് തോന്നാം ദാറ്റ് ഓക്കെ പോട്ടെ സാരില്ല വിട്ടുകൊടുത്തേക്കാം എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ പേഴ്സണിന് ഓണസ്റ്റും ഇൻറ്റഗ്രിറ്റിയും ഒക്കെ ഐ തിങ്ക് ഉണ്ട്, ഉള്ളിലുണ്ട്. ബട്ട് മേ ബി ചില സമയത്ത് ചില സാഹചര്യത്തിൽ ചിലവർ തെറ്റ് ചെയ്തു പോകും അല്ലേ. സോ അങ്ങനെ ആയിരിക്കാം ഇവിടെ നിങ്ങളോട് ഫൊർഗീവ്നെസ് കൊടുക്കാനാണ് പറയുന്നത്. ആൻഡ് സെലിബ്രേഷൻ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെലിബ്രേഷനും അക്സെപ്റ്റൻസ് വരും. അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാണ് ഒരു പേഴ്സൺ ഓക്കെ തെറ്റ് ചെയ്തു പോട്ടെ ഞാനത് വിട്ടു കൊടുക്കുന്നു എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെ, ഇതുപോലെ വേറെ എന്ത് സിനാരിയോ ആവാം, എനിക്കിപ്പോൾ ഓർമ്മ തോന്നിയത് ഞാൻ പറയുന്നു. പല കാര്യങ്ങളും ആയിരിക്കാം പലർക്കും അല്ലേ. സോ അത് ആ ഒരു അക്സെപ്റ്റൻസ് വരാം. അത് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, പോട്ടെ സാരില്ല സംഭവിച്ചു പോയി എന്ത് തന്നെ ആയാലും. ഓക്കെ, അവിടെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് മുന്നോട്ട് സെലിബ്രേഷനാണ് വരുന്നത്, ഒരു സന്തോഷം എന്ന രീതിക്ക് വരും. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു ഫൊർഗീവ്നെസ്സിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. സോ ആരെങ്കിലുമായിട്ട് നിങ്ങൾ തെറ്റിയതോ പിണങ്ങിയതോ ഒക്കെ ആയിരിക്കാം. ആ കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്കൊരു പീസ്ഫുൾ റെസൊല്യൂഷൻ വരും എന്ന രീതിക്ക് നമുക്ക് പറയാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതിന് ഫൊർഗീവ്നെസ് ആവശ്യമുണ്ട് ഇവിടെ. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുണ്ട്, ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എന്തായാലും ശരി, ആലോചിച്ച് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.